ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് തലമുടി വളരാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്ന ബ്രഹ്മി തൈലം ഉപയോഗിച്ചുള്ള ഒരു റിലാക്സിങ് ഹെയർ മസാജാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. എണ്ണ തലയിൽ തേച്ചു പിടിപ്പിച്ച ശേഷം വിരലുകളുടെ തുമ്പുകൊണ്ട് ചെറുതായി അമർത്തി വട്ടത്തിൽ സർക്കുലർ മോഷൻ മസാജ് ചെയ്തു കൊടുക്കുക. ഇത് തലയോട്ടിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ചെയ്താൽ മതി. ഇതുപോലെ മസാജ് ചെയ്യാം. ബ്രഹ്മി നമ്മുടെ തലച്ചോറിന് തണുപ്പ് നൽകാനും മുടി കൊഴിച്ചൽ മാറ്റി നല്ലതുപോലെ മുടി തഴച്ച് വളരാനും ഒത്തിരി നല്ലതാണ്. പ്രത്യേകിച്ച് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത് ചെയ്താൽ നല്ല ഉറക്കവും കിട്ടും. പക്ഷേ എനിക്ക് രാത്രി ചെയ്യാൻ പറ്റില്ല, കാരണം മൈഗ്രെയിനിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട്. അങ്ങനെ പ്രശ്നമുള്ളവരൊന്നും അത് രാത്രി ചെയ്യേണ്ട ആവശ്യമില്ല. രാവിലെ കുളിക്കുന്നതിന് മുമ്പ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെച്ചിട്ട് തല കഴുകിയാൽ മതി. തണുപ്പ് ചേരാത്തവർ രാത്രി ചെയ്യണ്ട, പ്രത്യേകിച്ച് പറയുകയാണ്. ഇതുപോലെ തലയോട്ടിൽ വിരലുകൾ വെച്ചിട്ട് സ്കാൽപ്പിൽ നല്ല വട്ടത്തിൽ മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനാണ് ഞാൻ നിങ്ങളെ നേരിട്ട് കാണിക്കുന്നത്. അപ്പോൾ മസാജിന് ശേഷം 1 മണിക്കൂർ ഇരിക്കുന്നവർക്ക് ഇരിക്കാം. 1 മണിക്കൂർ ഇരുന്നാലും ഗുണം കൂടുതൽ കിട്ടും. പക്ഷേ എനിക്ക് ഈ തലവേദന മൈഗ്രെയിനിൻ്റെ പ്രശ്നമുള്ള കാരണം ഞാൻ അരമണിക്കൂറേ ഇരിക്കുള്ളൂ. പിന്നെ ഒരു വീര്യം കുറഞ്ഞ ഷാമ്പുവോ താളിയോ ഉപയോഗിച്ച് കഴുകിക്കളയാം. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഇത് ആവർത്തിക്കുക. അപ്പോൾ ഞാൻ തലയൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ഇരുന്ന ശേഷം, ഒരുപാട് സമയമൊന്നും വേണ്ട, ഇരുന്ന ശേഷം നമുക്ക് തല വാഷ് ചെയ്യാം. അപ്പോൾ നമ്മൾ തല കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ തല കഴുകുമ്പോൾ എപ്പോഴും ഇവിടെ വെള്ളം ഒഴിക്കാൻ പാടില്ല. ഫസ്റ്റ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത് ഇവിടെയാണ്, ഈ ബാക്ക് സൈഡിൽ ഇവിടെയാണ് വെള്ളം ഒഴിക്കേണ്ടത്. എന്തെന്ന് വെച്ചാൽ ഈ നേരിട്ടിട്ട് വെള്ളം ഒഴിക്കുന്നത് തെറ്റാണ്. ഇവിടെ വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ വേണമെങ്കിൽ ഒരാഴ്ച അങ്ങനെ വെള്ളം ഒഴിച്ച് നോക്കൂ. നിങ്ങൾക്ക് കുറച്ച് ദിവസം നിങ്ങൾക്ക് ജലദോഷം എല്ലാം തോന്നും. ഇവിടെ വെള്ളമൊഴിച്ച് ശീലിക്കാണ്ട് പെട്ടെന്ന് ഇവിടെ വെള്ളമൊഴിച്ച് പറഞ്ഞാൽ കുറച്ച് ദിവസം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും. അത് നിങ്ങളുടെ ഉള്ളിലുള്ള കഫമൊക്കെ പോകുന്നതാണ്. ജലദോഷം കഫമൊക്കെ തുപ്പിപ്പോയാലും കുഴപ്പമില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ വ്യത്യാസം അറിയും. നിങ്ങളുടെ ഫേസിൻ്റെ വ്യത്യാസം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇനി തല കഴുകുമ്പോൾ ഇവിടെ വെള്ളമൊഴിക്കാൻ ശീലിക്കുക. മൈൽഡായിട്ടൊരു ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകുക തല. ഇതുപോലെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ഹെഡിൽ നമ്മൾ മസാജ് ചെയ്യണം. അത് ഈ വിരൽ ഇവിടെ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. നഖം വെച്ചിട്ട് ചെയ്യാൻ പാടില്ല. ഫിംഗർ എല്ലാത്തിനും മസാജ് ചെയ്യാൻ ഫിംഗറാണ് നല്ലത്. ഞാൻ ഇപ്പം തന്നെ ഞാൻ ഫേസ് മസാജും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓയിൽ മസാജ് ചെയ്യും എപ്പോഴും. ഞാൻ തലയിൽ എണ്ണ തേച്ചിട്ട് മസാജ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഫേസിലും ഓയിൽ മസാജ് ചെയ്യാറുണ്ട്. അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഞാൻ കാണിച്ചിട്ടുണ്ട്, എൻ്റെ കുറേ വീഡിയോയിൽ ഞാൻ ഫേസ് മസാജ് ഓയിൽ മസാജൊക്കെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പോയിട്ട് എല്ലാവരും നോക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.